കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ബസ്മതി റൈസോ പൊന്നിയരിയോ ഒക്കെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. വെന്ത് കുഴയാത്ത ഏതരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ പൊന്നിയരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. ഒട്ടാതെ വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് കുഴഞ്ഞൊന്നും പോവരുത്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കളറൊന്നും ചേർക്കണ്ട. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവാനാവുമ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതേപോലെ ഞാനൊരു ട്രേയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തണിയട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ ഒട്ടിപ്പോവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് വിടർത്തിയിട്ട് കഴിഞ്ഞാൽ വേറെ വേറെ ആയിട്ട് നിന്നോളും. ഇനി റൈസ് തയ്യാറാക്കാനായിട്ടുള്ള നട്ട്സുകളാണ് കേട്ടോ. അതിനായി നിലക്കടലയും അല്ലെങ്കിൽ വലിയ കടലപ്പരിപ്പില്ലേ, അതാണ് വേണ്ടത്. ഞാനില്ലാത്തതുകൊണ്ട് ചെറിയ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഉഴുന്നുപരിപ്പും അണ്ടിപ്പരിപ്പും ഉണക്കമുളകുമാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കൂടി കമൻ്റായിട്ട് ഇടണം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണം എന്നില്ല കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ഇല്ലേ, നിലക്കടലയും ഉഴുന്നുപരിപ്പും അണ്ടിപ്പരിപ്പും കൂടി എണ്ണയിലേക്കിട്ട് കൂടെ വറ്റൽമുളകും കൂടി ഇടാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിയൊന്നും വേണ്ട കേട്ടോ. റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, എരിവിന് പച്ചമുളകാണ് ചേർക്കണേ. പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. കരിയാനൊന്നും പാടില്ല കേട്ടോ. ഇനി നമുക്ക് കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. സാമ്പാറിനൊക്കെ ഇടുന്നില്ലേ, ആ കായാണ് ചേർക്കേണ്ടത്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് പാകത്തിന് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, കരിയണ്ട. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള അരിയില്ലേ, ആ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഓയിലൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ ജ്യൂസാണ് കേട്ടോ, ലെമൺ ജ്യൂസ്. അത് ഞാനിവിടെ 2 ചെറിയ പഴുത്ത നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പുളിയുടെയൊക്കെ അളവനുസരിച്ച് വേണം, കയ്പുള്ളതൊന്നും എടുക്കണ്ട കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചോറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും അല്പം കൂടി വേണ്ടി വന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ അല്പം വെള്ളം കൂടി തളിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് ലെമൺ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഒന്ന് വിതറി കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ലെമൺ റൈസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുമോ?